ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും സ്നേഹവന്ദനം. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനത്തിൽ നിന്ന് ധ്യാനിക്കുവാൻ ദൈവം കൃപ ഒരുക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഏവർക്കും ഏറെ ദൈവകൃപയുള്ള ഒരു ദിവസം ആശംസിക്കുന്നു. ധ്യാനത്തിനായി ലേവ്യ പുസ്തകം 6-ാം അധ്യായം 12-13 വാക്യങ്ങൾ. യാഗപീഠത്തിൽ തീ കെട്ടുപോകാതെ കത്തിക്കൊണ്ടിരിക്കണം. പുരോഹിതൻ ഉഷസ്സു തോറും അതിന്മേൽ വിറക് കത്തിച്ച് ഹോമയാഗം അടുക്കി വച്ച് അതിന്മീതെ സമാധാനയാഗങ്ങളുടെ മേധസ് ദഹിപ്പിക്കണം. യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. പ്രിയമുള്ളവരെ, ലേവ്യ പുസ്തകത്തിൽ ദൈവം യാഗങ്ങൾ കഴിക്കുന്നതിന് വേണ്ടി നൽകിയിരിക്കുന്ന വിവിധങ്ങളാകുന്ന നിർദ്ദേശങ്ങളും നിയമങ്ങളുമാണ് ഈ ഭാഗങ്ങളിൽ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. പ്രത്യേകിച്ച് വായിച്ച് നിങ്ങളെ കേൾപ്പിച്ചതും അത്തരത്തിലുള്ള വാക്യങ്ങളാണ്. യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ കത്തിക്കൊണ്ടിരിക്കണം. യാഗപീഠത്തിലെ തീ കെട്ടുപോകരുത്. പുരോഹിതൻ ഉഷസ്സു തോറും അതിന്മേൽ വിറക് കത്തിച്ച് ഹോമയാഗം അടുക്കി വച്ച് അതിന്മീതെ സമാധാനയാഗങ്ങളുടെ മേധസ് ദഹിപ്പിക്കണം. എപ്രകാരമാണ് ആ തീ കെട്ടുപോകാതെ സൂക്ഷിക്കേണ്ടതെന്നും യാഗം കഴിക്കേണ്ടതെന്നും അവിടെ കർത്താവിൻ്റെ ശബ്ദം വ്യക്തമാക്കുന്നു. യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. വീണ്ടും ആവർത്തിക്കുകയാണ്, യാഗപീഠത്തിന്മേലുള്ള തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. തീ കത്തിക്കൊണ്ടേയിരിക്കണം എന്നുള്ളത് വചനത്തിൽ ആവർത്തിച്ച് പറയുകയാണ്. മോശ മുഖാന്തരം ദൈവം അഹരോനോടും പുത്രന്മാരോടും പറഞ്ഞ പ്രധാനപ്പെട്ട യാഗം സംബന്ധിക്കുന്ന അനുഭവങ്ങളാണ് ഈ വാക്യങ്ങളിൽ നാം കണ്ടത്. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വേഗത്തിൽ നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് നിരന്തരമായ ഒരു ആത്മീയ ജാഗ്രത നമുക്ക് ഉണ്ടാകണം എന്നാണ്. വചനം ഇപ്രകാരം പറയുന്നു, യാഗപീഠത്തിലെ തീ കെട്ടുപോകരുത്. പ്രിയമുള്ളവരെ, ലേവ്യ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യഹോവയുടെ സന്നദ്ധിയിൽ നിന്ന് തീ പുറപ്പെട്ട് യാഗപീഠത്തിന്മേൽ ഉള്ള ഹോമയാഗവും മേധസ്സും ദഹിപ്പിച്ചു. ജനമെല്ലാം അത് കണ്ടപ്പോൾ ആർത്ത് സാഷ്ടാംഗം വീണു. യഹോവയുടെ സന്നദ്ധിയിൽ നിന്ന് തീ പുറപ്പെട്ട് യാഗപീഠത്തിന്മേലുള്ള ഹോമയാഗം ഒക്കെ ദഹിപ്പിക്കും. യഹോവയുടെ സന്നദ്ധിയിൽ നിന്ന് പുറപ്പെട്ട തീ, ഈ അഗ്നി, യാഗപീഠത്തിലെ തീ സ്വർഗത്തിൽ നിന്ന് വന്നതാണ്. അത് കെട്ടുപോകാതെ സൂക്ഷിക്കണം. അത് കെട്ടുപോകാതെ സൂക്ഷിക്കണം എന്ന് അഹരോനോടും അവൻ്റെ പുത്രന്മാരോടും പഠിപ്പിക്കുന്നു. അവർ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നവരാണ്. തീ കെട്ടുപോകരുത്, കത്തിക്കൊണ്ടിരിക്കണം. പ്രിയമുള്ളവരെ, ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ ദൈവത്തോടുള്ള സ്നേഹവും ദൈവത്തെ അറിയുവാനുള്ള തീഷ്ണതയും തണുത്തുപോകരുത്, കത്തിക്കൊണ്ടേയിരിക്കണം. ഒന്നാമതായി, നിരന്തരമായ ആത്മീയ ജാഗ്രത നമുക്കുണ്ടാകണം. 2, ഇത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള സഹകരണം അല്ലെങ്കിൽ ബന്ധം വളരെ ഭംഗിയായിട്ട് പറയുന്ന ഒരു ഭാഗമാണ്. യാഗപീഠത്തിലെത്തി ദൈവമാണ് നൽകിയത് എന്ന് ഞാൻ ഓർപ്പിച്ചുവല്ലോ. ലേവ്യ 9:24 അത് വ്യക്തമാക്കുന്നു. അത് കെടാതെ സൂക്ഷിക്കുക എന്നത് പുരോഹിതന്റെ ഉത്തരവാദിത്തമാണ്. പുരോഹിതൻ ഉഷസ്സു തോറും അതിന്മേൽ വിറക് കത്തിക്കണം, വ്യക്തമായി പറയുന്നുണ്ട്. അത് കെടാതെ സൂക്ഷിക്കണം. വചനം ഇപ്രകാരം പറയുന്നു, നാം എല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ്. കർത്താവ് തിരഞ്ഞെടുത്ത രാജകീയ പുരോഹിത വർഗമാണ്. അതുകൊണ്ട് ഈ യാഗപീഠത്തിലെ തീ കെട്ടുപോകാതെ സൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്തം എനിക്കും നിങ്ങൾക്കുമുണ്ട്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 1-ാമത്തെ പോയിന്റ് കൂടെ ചേർത്ത് വെച്ച് പറയുന്നു. തിരക്കുകൾക്കിടയിൽ ദൈവസന്നിധിയിൽ വിനയപ്പെട്ട് പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ദിവ്യമായ കൃപയെ പ്രാപിച്ചുകൊണ്ട് കർത്താവിൻ്റെ ദിവ്യമായ സാന്നിധ്യം അനുഭവിക്കുവാനുള്ള ഒരു അവസരങ്ങളും നഷ്ടമാക്കി കളയരുത് എന്ന് പരിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്.
രക്ഷയും പരിശുദ്ധാത്മാവും കൃപയും ഒക്കെ ദൈവം സൗജന്യമായി നമുക്ക് തരുന്നതാണ്. എന്നാൽ പ്രാർത്ഥനയിലൂടെ, വചനധ്യാനത്തിലൂടെ ഈ ചൈതന്യത്തെ വീണ്ടും ജ്വലിപ്പിച്ചുകൊണ്ടേ നിലനിർത്തുവാനായിട്ട് നമുക്ക് കഴിയും. അവയാണ് നാം ഇതിന് മുകളിലേക്ക് വയ്ക്കേണ്ടുന്ന വിറകുകൾ, പ്രാർത്ഥനയും വചനധ്യാനവും ഒക്കെ. 2, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ് യാഗപീഠത്തിലെ തീ നിരന്തരം കത്തുക എന്നുള്ളത്. ഇത് പുരോഹിതനാണ് നിർവഹിക്കേണ്ടത്. അമല്ലപരം രാജകീയ പുരോഹിത വർഗമാണ്. 3, ഇത് പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ പ്രാർത്ഥനയാകുന്ന അഗ്നിയെ നമുക്ക് പരിചയപ്പെടുത്തും. യാഗപീഠത്തിലെ തീ, യാഗപീഠം അല്ലെങ്കിൽ ആൾട്ടർ, അത് നമ്മുടെ ഹൃദയമാണ്. ആത്മീയ ജീവിതത്തിൽ യാഗപീഠം എന്നുള്ളത് നമ്മുടെ ഹൃദയമാണ്. അവിടെ നിരന്തരം യാഗം അർപ്പിക്കപ്പെടണം. അതിന് തീ കത്തിക്കൊണ്ടേയിരിക്കണം. ആ തീ, അത് പ്രാർത്ഥനയുടെ അഗ്നിയാണ്. ആ അഗ്നി കെടുക്കരുത്. കർത്താവ് തന്നെ പറയുന്നുവല്ലോ, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. പ്രാർത്ഥനയുടെ അഗ്നി കെട്ടുപോയാൽ പ്രിയമുള്ളവരെ, ദൈവപ്രസാദത്തിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥയാണ് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാവുക. ഓരോ ദിവസവും രാവിലെ പുരോഹിതൻ വിറക് ഇടുന്നത് പോലെ, വചനം അതാണല്ലോ പറഞ്ഞത്, വിറക് ഓരോ പുരോഹിതൻ ഉഷസ് തോറും അതിന്മേൽ വിറക് കത്തിച്ച് പിന്നെയാണ് ഹോമയാഗത്തിനുള്ള സമാധാന യാഗത്തിനുള്ള വസ്തുക്കളെ അല്ലെങ്കിൽ മൃഗത്തിന്റെ ഭാഗങ്ങളെ ഒക്കെ അടുക്കി വെക്കേണ്ടത്. ഓരോ ദിവസവും ആദ്യം ദൈവസന്നിധിയിൽ ഈ ജ്വാലയെ, അഗ്നിയെ ജ്വലിപ്പിച്ചെടുക്കണം, കത്തിച്ചെടുക്കണം. ഇത് പ്രാർത്ഥനയിലൂടെ, വചനധ്യാനത്തിലൂടെ മാത്രമേ കഴിയുള്ളൂ. ആത്മീയ അഗ്നി നിലനിർത്താൻ അപ്രകാരം മാത്രമേ സാധിക്കുകയുള്ളൂ. ഏതോ ഒരിക്കൽ കിട്ടിയ ആ ദൈവിക കൃപയാകുന്ന അഗ്നിയെ, അതുണ്ട് എന്ന ചിന്തയിൽ, മനോഭാവത്തിൽ നിസ്സാരമായി കാണരുത്. നിരന്തരം ജ്വലിപ്പിച്ചെടുക്കണം. അതിന് ദൈവം നമ്മെ സഹായിക്കും. 4, ഇത് പൂർണ്ണമായ സമർപ്പണത്തെയാണ് പഠിപ്പിക്കുന്നത്. പൂർണ്ണമായ സമർപ്പണം, ഭാഗികമായതല്ല, പൂർണ്ണമായ സമർപ്പണം. പ്രത്യേകിച്ച് ഹോമയാഗത്തെ സംബന്ധിച്ച് ഇപ്രകാരം നമുക്ക് അതിൻ്റെ വ്യവസ്ഥകൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഹോമയാഗം പൂർണ്ണമായി ദഹിപ്പിക്കപ്പെടണമായിരുന്നു, അല്ലെങ്കിൽ ദഹിപ്പിക്കപ്പെടുമായിരുന്നു. ഭാഗികമായി ദഹിപ്പിച്ച് കളയുന്നതല്ല, പൂർണ്ണമായി. നമ്മുടെ പാപങ്ങളും നമ്മുടെ സ്വയത്തെയും പൂർണ്ണമായി ദൈവത്തിൻ്റെ പരിശുദ്ധ അഗ്നിയിൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ ദഹിപ്പിക്കപ്പെടുവാൻ വിട്ടുകൊടുത്താൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുവാനായി ശരിക്കും സാധിക്കുകയുള്ളൂ. അതിന് പൂർണ്ണ സമർപ്പണം ആവശ്യമാണ്. പൂർണ്ണ സമർപ്പണം. യാഗം ഭാഗികമായി കത്തി തീരുന്ന അനുഭവമല്ല, പൂർണ്ണമായി ദഹിപ്പിക്കപ്പെടണം. പൂർണ്ണമായ സമർപ്പണം, അത് ഈ പരിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 5, ഇത് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി അല്ലെങ്കിൽ സാന്നിധ്യത്തെ നമുക്ക് വ്യക്തമാക്കി തരുന്നു. യാഗപീഠത്തിൽ തീ കെട്ടുപോകാതെ കത്തിക്കൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞു, നമ്മുടെ ഹൃദയം ആൾട്ടറാണ് അല്ലെങ്കിൽ യാഗപീഠമാണ്. തീ എന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. പരിശുദ്ധ വചനം നാം പഠിക്കുമ്പോൾ തീ പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. റോമർ 12:11 പ്രകാരം ഇങ്ങനെ മനസ്സിലാക്കുക: ആത്മാവിൽ ജ്വലിക്കുന്നവരാകണം നമ്മൾ ഓരോരുത്തരും. ദൈവം തന്ന കൃപാവരങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ അത് കെട്ടുപോകും. ദൈവം നമുക്ക് നൽകിയ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉപയോഗിച്ചില്ലെങ്കിൽ അത് കെട്ടുപോകും. ദൈവം നമുക്ക് നൽകിയ പ്രാർത്ഥനാ വരം അല്ലെങ്കിൽ വചനം പറയുവാനുള്ള വരം, ദൈവം നൽകിയിരിക്കുന്ന കൃപാവരങ്ങൾ, അത് ഉപയോഗിച്ചില്ലെങ്കിൽ അത് കെട്ടുപോകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവ സാന്നിധ്യം ജനത്തിൻ്റെ ഒപ്പം ഉണ്ട് എന്നതിൻ്റെ പ്രതീകമായി ഇസ്രായേൽ ജനം കരുതിയിരുന്നത് യാഗപീഠത്തിൻ്റെ അഗ്നി കെട്ടുപോകാതെ നിരന്തരം കത്തിക്കൊണ്ടിരിക്കുന്ന അനുഭവമാണ്. ദൈവം തങ്ങളോടൊപ്പമുണ്ട് എന്ന് അവർ തിരിച്ചറിയുന്നതിനുള്ള ഒരു അടയാളം. അത് കണക്ക് ദൈവ സാന്നിധ്യം നമ്മോടൊപ്പമുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടുന്നത് നമ്മിൽ നിന്ന് നിരന്തരം ഉയരുന്ന പ്രാർത്ഥന അനുഭവങ്ങളിലൂടെയാണ്. അതുകൊണ്ട് പ്രാർത്ഥന ദൈവസന്നിധിയിലുള്ള അഗ്നിയാണ് എന്ന കാര്യം മറക്കരുത്. ദൈവസന്നിധിയിലേക്ക്
നമ്മുടെ പ്രാർത്ഥനകൾ ഉയരുന്നത് ദൈവസന്നിധിയിലേക്ക്, ദൈവവുമായുള്ള ആ ഒരു കൃപയുടെ കണക്ഷനിൽ ഉണ്ടാകുന്ന അഗ്നിയാണെന്നുള്ളത് മറക്കരുത്. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് 1 ലേഖനം 5:17 പറയുന്നു, ഇടവിടാതെ പ്രാർത്ഥിക്കണമെന്നാണ്. ഇടവിടാതെ പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ഒരു ചെറിയ ജീവിതമാണ്. ആ ചുരുങ്ങിയ കാലഘട്ടം ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം നമ്മുടെ ജീവിതങ്ങളെ നയിച്ചാൽ ദൈവസന്നിധിയിൽ ഒരു മഹത്വം അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. അതിന് പ്രധാനമായും നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ ഹൃദയമാകുന്ന അൾത്താരയിലെ ആ യാഗപീഠത്തിലെ അഗ്നി കെട്ടുപോകാതെ സൂക്ഷിക്കണം. അത് ദൈവസന്നിധിയിലെ പ്രാർത്ഥനയും വചനധ്യാനത്തിലൂടെയും ഒക്കെ മാത്രമേ കഴിയത്തുള്ളൂ. അങ്ങനെ കഴിയുന്ന ഒരു വ്യക്തിയെ അശുദ്ധി കടന്നാക്രമിക്കുവാനായിട്ട് വളരെ പ്രയാസമാണ്. വിശുദ്ധിയുള്ളൊരു ജീവിതം ദൈവം സാധ്യമാക്കും. അത്തരത്തിൽ വളരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.